നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ ചൂട് പിടിച്ച ഇലക്ഷൻ നടക്കുകയാണ്. തോരാത്ത മഴയത്തും ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണം വാരിയെറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഏറ്റവും കൂടുതൽ പണം വാരിയെറിയുന്നത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആൾക്കാരാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ പോസ്റ്ററുകൾ മണ്ഡലത്തിൽ നടക്കുന്ന നിമിഷം മുതൽ നമ്മൾക്ക് അങ്ങേയറ്റം വരെ ലൈറ്റുകൾ ഇട്ട രാത്രിയിലും പ്രകാശിക്കുന്ന പോസ്റ്ററുകൾ ധാരാളം കാണാൻ കഴിയും. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അൻവറിൻ്റെ പോസ്റ്ററുകളാണ്. അതിനുശേഷം മൂന്നാം സ്ഥാനത്താണ് LDFിൻ്റെ പോസ്റ്ററുകൾ ഉള്ളത്. പക്ഷേ ഈ പോസ്റ്ററുകൾ നോക്കി ജനങ്ങൾ കണ്ണു മഞ്ഞളിപ്പിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാം എന്നാണ് അവർ കരുതുന്നതെങ്കിൽ വളരെ വിഡ്ഢിതമാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ പണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ആദിവാസികളുടെ ഊരുകളിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറുകയാണ്. എല്ലാവരും ചാരിറ്റി പ്രവർത്തകരായി മാറുകയാണ്. യാതൊരു പാർട്ടിയുടെയും നിറമില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അരികളും സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ കയറുകയാണ്. അവിടെ കയറുന്നവരാരും രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. കാരണം അവർ പോയി അവരുടെ ചെവിയിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ആ ചെവിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇന്ന് ആദിവാസി ഊരിലേക്ക് പോകാനായി DYFIക്കാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും തമ്മിൽ വളരെയധികം മത്സരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്ന സംഭവം എന്ന് പറയുന്നത് പണം വാരി വിതറുന്ന ഒരു സംഭവമാണ്. അതായത് ജനാധിപത്യത്തെ പണാധിപത്യം കീഴടക്കുന്ന അവസ്ഥയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഏറ്റവും ചൂടേറിയ വാർത്തയാണ്. അതുകൊണ്ട് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അടിയൊഴുക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് ഒരു 2 ദിവസം മുമ്പ് ഇത്രയധികം പണം ഇവിടെ വാരിയെറിഞ്ഞെങ്കിൽ ഇനിയും എത്രമാത്രം പണമാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി ഇവിടെ വാരിയെറിയാൻ പോകുന്നത് എന്നത് നമുക്ക് കൃത്യമാണ്. എന്തായാലും ഈ കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. അതായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീടിൻ്റെ മുൻപിലെ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ വിലയിരുത്തുക. എന്താണ് ജനാധിപത്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന് ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് നമ്മൾ നികുതി പണമടയ്ക്കുന്ന പണം അത് ജനങ്ങൾക്ക് എന്തെങ്കിലും സൗജന്യമായിട്ട് നൽകാൻ കഴിയില്ല. ഒരു കിറ്റ് പോലും നൽകാൻ സർക്കാരിന് കഴിയത്തില്ല. ഏതെങ്കിലും ഒരു പാലം അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ മാനദണ്ഡം സൃഷ്ടിച്ചിരിക്കുന്ന ഈ സമയത്ത് ആണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചട്ടക്കൂടുകളെയും ലംഘിച്ചുകൊണ്ട് പണം വാരി വിതറുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നിങ്ങൾ വിലയിരുത്തുക. വോട്ട് ചെയ്യേണ്ടത് ആർക്കായാലും വോട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ജനാധിപത്യ അവകാശം നിങ്ങളുടേതാണ്. അത് നിങ്ങൾ വിനിയോഗിക്കുക. പക്ഷേ ഞങ്ങൾ കണ്ട കാഴ്ച ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.